വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് യോശുവയുടെ മുൻപിൽ പറഞ്ഞ സാക്ഷ്യവാക്കുകളാണ് യോശുവ 14:10-11 വാക്യങ്ങൾ. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. 85-ാം വയസ്സിലും തനിക്ക് 40-ാം വയസ്സിൽ ആരോഗ്യമുണ്ട് എന്ന കാലേബ് പറയുന്നത്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്രയിൽ കനാൻ നാട് ഒറ്റുനോക്കുവാൻ മോശ അയച്ച 12 പേരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു യോശുവയും കാലേബും. സംഖ്യ 13:1 മുതലുള്ള വാക്യങ്ങൾ. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കിയിട്ട് മടങ്ങി വന്നു. മോശയുടെ മുൻപിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 10 പേർ നൽകിയ റിപ്പോർട്ട് കനാൻ നാട്ടിലെ ഇപ്പോൾ പാർക്കുന്ന ജനം ബലവാന്മാരാണ്. അവിടെ പാർക്കുന്ന അനാക്യ മല്ലന്മാരുടെയും ഹിത്യരുടെയും മറ്റ് ജാതികളുടെയും കയ്യിൽ നിന്ന് കനാൻ നാട് ഒരിക്കലും കൈവശപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കില്ല. പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നൽകാമെന്ന് പറഞ്ഞ മിസ്രൈമിൽ നിന്ന് ജനത്തെ കൊണ്ടുവന്നത്, എന്നാൽ കനാൻ കിട്ടില്ല. ഇതറിഞ്ഞ ജനം നിരാശയിലായി. അതേ തുടർന്ന് ആ രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. സംഖ്യ 14:1 വാക്യം. ഈ സമയം യോശുവയും കാലേബും അവരുടെ റിപ്പോർട്ട് നൽകി. ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം നല്ല ദേശമാണ്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം ചെയ്യരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. സംഖ്യ 14:8-9 വാക്യങ്ങൾ. 10 പേർ നൽകിയ റിപ്പോർട്ട് ജനത്തെ ഭയപ്പെടുത്തി. ജനം മോശയ്ക്കെതിരായി സംസാരിച്ചു. അവർ ദൈവത്തെ അവിശ്വസിച്ചു. യോശുവയും കാലേബും നൽകിയ റിപ്പോർട്ട് വിശ്വസിക്കാതെ അവരെ കല്ലെറിയുവാൻ ജനം തയ്യാറായി. ദൈവവാഗ്ദത്തം വിശ്വസിക്കാതെ മത്സരിക്കുവാൻ തയ്യാറായ ജനത്തെ ദൈവം ശിക്ഷിച്ചു. വാഗ്ദത്ത നാടായ കനാൻ്റെ അതിര് വരെ എത്തിയ അവർക്ക് കനാൻ കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 40 വർഷം അവർക്ക് മരുഭൂമിയിൽ കൂടി ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. അതിലൊക്കെ ഉപരിയായി 20 വയസ്സിന് മുകളിൽ ഉള്ളവരായി യോശുവയും കാലേബും ഒഴികെ മറ്റാർക്കും തന്നെ കനാൻ നാട്ടിൽ പ്രവേശിപ്പാനും സാധിച്ചില്ല. കനാൻ നാട് നമുക്ക് അവകാശമായി ലഭിക്കുമെന്ന് പറഞ്ഞ് യഹോവയുടെ വാക്ക് വിശ്വസിച്ച യോശുവയ്ക്ക് മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ കനാനിലേക്ക് നയിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. കാലേബിന് യഹോവയായ ദൈവം ഒരു വാഗ്ദത്തം നൽകി. സംഖ്യ 14:24. എൻ്റെ ദാസനായ കാലേബോ എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ദൈവം നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ആശങ്കയും അവിശ്വാസവും പ്രകടിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ്. ഇസ്രായേൽ ദൈവത്തെ അവിശ്വസിച്ചതിനാൽ 40 വർഷം മരുഭൂമിയിൽ കൂടി ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. മാത്രമല്ല 20 വയസ്സിന് മുകളിൽ ഉള്ള എല്ലാവരും മരുഭൂമിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തെ വിശ്വസിച്ച കാലേബ് കനാൻ നാട്ടിൽ പ്രവേശിച്ചു. 85-ാം വയസ്സിൽ കാലേബിൻ്റെ സാക്ഷ്യം, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. യോശുവ 14:8 വാക്യം. ദൈവിക വാഗ്ദത്ത പൂർത്തീകരണത്തിനായി കാലേബ് 45 വർഷമാണ് കാത്തിരുന്നത്. ദൈവം നമുക്ക് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്യുമെങ്കിൽ ഒരിക്കലും ദൈവത്തെ അവിശ്വസിക്കരുത്. സാഹചര്യങ്ങൾ പലതും പ്രതികൂലമായി വന്നേക്കാം.
കൂടെയുള്ളവർ എതിരായി വന്നേക്കാം. അപ്പോഴും നാം ചെയ്യേണ്ടതൊന്നും മാത്രമേയുള്ളൂ, ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുക. സമയം നീളുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടരുത്. ഉറപ്പുള്ളതും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതും ആയിരിക്കണം. എങ്കിൽ അവൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഒരുപക്ഷേ ലോകം പറഞ്ഞേക്കാം, നീ രോഗിയാ, നിന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടു, ഇനി നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന്. ഈ സാഹചര്യത്തിൽ കാലേബ് നൽകിയ സാക്ഷ്യം നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. എനിക്കിപ്പോൾ 85 വയസ്സായി, ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു. കർത്താവിനോട് പറ്റി നിൽക്കുന്നവർക്ക് മാത്രമേ ഈ വിധത്തിലുള്ള സാക്ഷ്യം നൽകുവാൻ കഴിയൂ. കാലേബിനൊരു സ്വപ്നമുണ്ടായിരുന്നു, ഹെബ്രോൻ മല സ്വന്തമാക്കുക. യോശുവ 14:12 മുതൽ 14 വരെ. 85-ാം വയസ്സിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ കർത്താവ് യാഥാർത്ഥ്യമാക്കും. അതായത് വാർദ്ധക്യത്തിലും നാം ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കും, പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. സങ്കീർത്തനം 92:14 വാക്യം. കർത്താവേ, നിന്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിന്നോട് പറ്റിച്ചേർന്ന് നിൽപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ. ആമേൻ. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാം. നിത്യ രക്ഷദാനം ചെയ്യും